പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് കേരള വിഷൻ കേബിൾ നെറ്റ്വർക്കിൽ ഫ്ലവേഴ്സ് ഇനി മുതൽ ചാനൽ നമ്പർ 10-ലായിരിക്കും ലഭ്യമാകുക. പ്രേക്ഷകർ സദയം സഹകരിച്ചാലും. ജമ്മു കാശ്മീരിൽ നെഹ്റു അബ്ദുള്ള മുഫ്തി കുടുംബങ്ങളെ ലക്ഷ്യം വെച്ചുള്ള പ്രസ്താവനയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 3 കുടുംബങ്ങൾ ജമ്മു കാശ്മീരിനെ കൊള്ളയടിച്ചതാണ് മോദിയുടെ പരാമർശം. കോൺഗ്രസും NCPയും PDPയും ചേർന്നാണ് പണ്ഡിറ്റുകളെ കാശ്മീരിൽ നിന്ന് പുറത്താക്കിയതെന്നും പ്രധാനമന്ത്രി ആരോപിക്കുകയാണ്. ബൽറാം നുരങ്ങാടി വിവരങ്ങളുമായി ചേർന്നു. ബൽറാം, ചീഫ് ജസ്റ്റിസ് തൻ്റെ വീട്ടിലേക്ക് അദ്ദേഹം പോയതിൽ അദ്ദേഹത്തിന് പ്രതിപക്ഷത്തിനെതിരെ മറ്റൊരു നറേറ്റീവായിരുന്നു കഴിഞ്ഞ ദിവസമെങ്കിൽ എന്താണ് രാഷ്ട്രീയ പ്രചരണത്തിന് ഓരോ ദിവസവും ഓരോ ആംഗിൾ പ്രധാനമന്ത്രി സൃഷ്ടിക്കുകയാണോ ബൽറാം? ഹാഷ്മി, ജമ്മു കശ്മീരിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രണ്ടാമത്തെ സന്ദർശനമാണ് ഇന്ന് നടന്നത്. ഇന്ന് 2 പ്രചരണ റാലികളിലാണ് പ്രധാനമന്ത്രി പങ്കെടുത്ത് സംസാരിക്കുന്നത്. ശ്രീനഗറിലെ പ്രചാരണ റാലിയിൽ പ്രധാനമായും 3 കുടുംബങ്ങളെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണമാണ് പ്രധാനമന്ത്രി നടത്തിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ കുടുംബരാഷ്ട്രീയം ഒപ്പം തന്നെ സമാജ്വാദി പാർട്ടിയുടെ കുടുംബരാഷ്ട്രീയമായിരുന്നു ലക്ഷ്യം വെച്ചത് എങ്കിൽ ജമ്മു കശ്മീരിൽ എത്തുമ്പോൾ അത് കോൺഗ്രസിനൊപ്പം തന്നെ NCയും ഒപ്പം PDPയെയും ലക്ഷ്യം വെച്ചാണ് പരാമർശങ്ങൾ. ജമ്മു കശ്മീരിലെ യുവാക്കളുടെ ഭാവി നശിപ്പിച്ചതും സംസ്ഥാനത്തെ കൊള്ളയടിച്ചതും ഈ 3 കുടുംബങ്ങളാണ് എന്നാണ് പ്രധാനമന്ത്രി ആരോപിക്കുന്നത്. ഒപ്പം തന്നെ പണ്ഡിറ്റുകളെ സംസ്ഥാനത്തു നിന്നും പുറത്താക്കിയത് ഈ 3 കുടുംബങ്ങളും ചേർന്നാണ് എന്ന കടുത്ത ആരോപണവും പ്രധാനമന്ത്രി ഉന്നയിച്ചിട്ടുണ്ട്. നേരത്തെ ഭീകരവാദത്തിന് വലിയ പിന്തുണ ഇവർ നൽകിയിരുന്നു. ലാൽ ചൗക്കിൽ ദേശീയ പതാക ഉയർത്താൻ പോലും മുൻപ് കഴിഞ്ഞിരുന്നില്ല. ഇന്ന് അവിടെ ഹോളിയും ദീപാവലിയും ആഘോഷിക്കുകയാണ് എന്നും മുൻപ് യുവാക്കൾ തങ്ങളുടെ കൈകളിൽ കല്ലുകൾ കരുതിയിരുന്നിടത്ത് ഇപ്പോൾ പേനയും പുസ്തകങ്ങളുമാണ് കരുതുന്നത് എന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഒപ്പം തന്നെ ഈ ആദ്യഘട്ട വോട്ടെടുപ്പിലുണ്ടായ മികച്ച പോളിംഗ് അത് കഴിഞ്ഞ സർക്കാർ നടപ്പാക്കിയ പദ്ധതികൾ അനുച്ഛേദം 370 പ്രഖ്യാപിച്ചതും ഭീകരവാദത്തെ വലിയ തോതിൽ അമർച്ച ചെയ്യാൻ കഴിഞ്ഞതിൻ്റെയും ഭാഗമായാണ് എന്നാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കുന്നത്. ആദ്യമായി ഭയമില്ലാതെ വോട്ട് ചെയ്യാൻ ജമ്മു കശ്മീരിലെ ജനതയ്ക്ക് ഇതിലൂടെ കഴിഞ്ഞുവെന്നും അതുകൊണ്ടാണ് ഈ പോളിംഗ് ശതമാനം ഉയർന്നത് എന്നുമാണ് അദ്ദേഹത്തിന്റെ അവകാശവാദം. അല്പസമയത്തിനകം തന്നെ ഖത്രയിലെ മറ്റൊരു തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിയിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. ഹാഷ്മി. ബൽറാം നുരങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. ജമ്മു കാശ്മീരിലെ പ്രചരണത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പരാമർശം.